ഇപ്പോൾ ശ്രീ ആർ ശശികുമാർ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പ്രതിനിധി അദ്ദേഹം ടെലിഫോണിലായിരുന്നു. ശ്രീ ആർ ശശികുമാർ, ഇതിപ്പോൾ വലിയ ഒരു ഭേദഗതിയാണ്. അത് താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? കേന്ദ്രത്തിന് പൂർണ്ണമായും വി സിമാരുടെ അധികാരം എന്ന് പറഞ്ഞാൽ ചാൻസലർമാർക്ക് പൂർണ്ണമായും വി സിമാരുടെ അധികാരം എത്തുകയാണ്. അത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പിണറായി സർക്കാർ 2016 അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും പൊളിറ്റിക്കലൈസ് ചെയ്തത്. വൈസ് ചാൻസലർമാരെ ഒരു പാർട്ടിയുടെ നോമിനികളായി മാറി. മുൻകാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു, അക്കാദമിക് ആയിരുന്നു. അപ്പോൾ അത് വന്നതോടെ തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും CPM-ന്റെ കൈപ്പിടിയിലാവുകയും സിൻഡിക്കേറ്റുകൾ സർവകലാശാല ഭരിക്കുന്ന രീതിയാവുകയും SFI സർവകലാശാലയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന രീതിയിൽ വന്നപ്പോഴാണ് ഗവർണറുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നത്. ആ ഗവർണർ കൊടുത്ത പ്രപ്പോസൽ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ UGC പുതിയ വ്യവസ്ഥ ഇറക്കിയിരിക്കുന്നത്. ഇവിടെ ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിന് വേണ്ടി സെർച്ച് കമ്മിറ്റിയുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാരെ വൈസ് ചാൻസലറാക്കി വരുന്നതിനുള്ള തീരുമാനം എടുത്തപ്പോൾ അതിന് ബദലായിട്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് എടുത്ത തീരുമാനം നടപ്പിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈസ് ചാൻസലർ നിയമനത്തിന്റെ നിയന്ത്രണം മുഴുവനും കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഭയമുണ്ട്. ഇവിടെ CPM VC-മാരെ നിയമിച്ചതുപോലെ നാളെ കേന്ദ്രത്തിന്റെ നിർദ്ദേശാനുസരണം BJP-യുടെ അനുകൂലികൾ കേരളത്തിൽ വൈസ് ചാൻസലറായി വന്നുകൂടായിരുന്നില്ല. അപ്പോൾ അത് രണ്ടും അപകടമാണ്. അതുകൊണ്ട് നടത്തുന്ന നിയമനങ്ങൾ അത് കേന്ദ്രം നടത്തിയാലും സംസ്ഥാനം നടത്തിയാലും ഇത് പോളിറ്റിക്സിന് അതീതമായി പ്യുവർ അക്കാഡമിക് തരത്തിലുള്ള നിയമനങ്ങൾ നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ഉന്നത വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നിയമത്തിൽ കണ്ടത് ഈ വൈസ് ചാൻസലർമാർ നിയമനം ഇന്നലെ വരെ അക്കാഡമിക് ആയിരുന്നു. ഇപ്പോൾ അക്കാഡമിക് അല്ലാതെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് തലത്തട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് VC ആകാമെന്നുള്ള വിചിത്രമായ ഒരു തീരുമാനം വരുമ്പോൾ ഈ നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളിലെയോ FACT-യിലെയോ കേരളത്തിന് വേണ്ടി വന്നാൽ ബെവറേജസ് കോർപ്പറേഷന്റെ MD-ക്ക് വരെ വൈസ് ചാൻസലർ ആവാനുള്ള അവസ്ഥ വരുന്ന അപകടമാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പുനഃപരിശോധിക്കണം. അതുകൊണ്ട് ഇത്തരത്തിലൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നതല്ല, അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വളരെ അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള ആൾക്കാരെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള ഒരു കാഴ്ചപ്പാട്. അത് എങ്ങനെ ഭേദഗതി വേണം എന്നുള്ളതാണ് താങ്കളുടെ നിർദ്ദേശം. കാരണം നമുക്കറിയാം സംസ്ഥാന സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ നിയമിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അത് കേന്ദ്രത്തിന്റെ ഭാഗത്തേക്ക് വരികയാണ്. സ്വാഭാവികമായും അതും രാഷ്ട്രീയ നിയമനമാകും. ഇപ്പോൾ അതായത് ചാൻസലർമാരെ നിയമിക്കുന്നത് ഗവർണർമാരെ നിയമിക്കുന്ന കേന്ദ്രമാണ്. അവർ രാഷ്ട്രീയ താല്പര്യമുള്ളവരാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ വന്നേക്കുന്ന ഗവർണർ ഒക്കെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെയൊക്കെ രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം. അദ്ദേഹം നിയമിക്കാൻ പോകുന്ന വൈസ് ചാൻസലർമാർ സ്വാഭാവികമായും അത്തരക്കാരായിരിക്കും. അദ്ദേഹവുമായി ബന്ധമുള്ളവരും അദ്ദേഹത്തിന് താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ളവരും ആകും. പക്ഷേ ഇത് എന്ത് മാറ്റം വരുത്തണമെന്നുള്ളതാണ് താങ്കളുടെ നിർദ്ദേശം. ഈ പറഞ്ഞതുപോലെ അക്കാദമിക് നിലവാരമുള്ള ഈ പരിജ്ഞാനമുള്ള ആളുകളെ ഈ തലപ്പത്തെ കൊണ്ടുവരണമെങ്കിൽ അതിന് കാര്യമായ ഭേദഗതികൾ UGC ചട്ടത്തിലടക്കം വരുത്തണമല്ലോ. അല്ല, UGC ചട്ടത്തിൽ ഇപ്പോൾ വച്ചിരിക്കുന്ന ഭേദഗതികൾ രാഷ്ട്രീയത്തിന് അതീതമായി അക്കാദമിക് താല്പര്യങ്ങൾ മാത്രമുള്ളവരെ നിയമിക്കുകയുള്ളൂ എന്നുള്ള നിലപാടെടുത്താൽ തീർച്ചയായിട്ടും ഇന്നിവിടെ CPM ചെയ്തതിൽ നിന്ന് ബദലായിട്ടുള്ള ഒരു BJP അനുകൂലമായിട്ടുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നാൽ അതും അപകടമാണ്. അപ്പൊ രണ്ടും അപകടമാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അത് പൂർണ്ണമായും ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കണം. അത് രാഷ്ട്രീയം എന്തോ ആവട്ടെ, രാഷ്ട്രീയത്തിന് അതീതമായിട്ടും അക്കാഡമിക് ബ്രില്യൻസ് ഉള്ളവരെ കൊണ്ടുവരാൻ തീരുമാനിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്നുള്ളതിനേക്കാളും വലിയൊരു അപകടത്തിലേക്കായിരിക്കും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്തിച്ചേരുക എന്നുള്ളൊരു ആശങ്കയാണ് ഞാനിപ്പോൾ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് ഈ ഒരു ആശങ്കയിൽ നിന്ന് മാറി നിൽക്കാനാവില്ല. കാരണം കേരളത്തിന്റെ ഭാഗത്ത് നിന്ന്, അതായത് സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് കേന്ദ്രത്തിന് കുറച്ചുകൂടി താല്പര്യമുള്ള ആളുകളെ നിയമിക്കാനുള്ള രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.